ഗൂഗിൾ ക്രോമിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിനകത്തുള്ള ഓരോ രഹസ്യങ്ങളും രഹസ്യ സെറ്റിംഗ്സുകളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ടിപ്സുകളാണ്. നമുക്ക് എന്തൊക്കെയാണ് ഗൂഗിൾ ക്രോമിലെ ആ 4 ടിപ്സുകളെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ ടിപ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് google.com എന്ന് നമ്മുടെ ഗൂഗിൾ സെർച്ച് ബാറിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗൂഗിളിന്റെ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും മുകളിൽ സെർച്ച് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴോട്ട് വരുമ്പോൾ ഹാൻഡ് റൈറ്റ് എന്നുള്ള ഭാഗത്ത് ഡിസേബിൾ എനേബിൾ എന്ന 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡീഫോൾട്ട് ആയിട്ട് ഇത് ഡിസേബിൾ ആയിരിക്കും. നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്ത് ഓക്കെ നൽകി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇന്റർഫേസിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തും. തുടർന്ന് നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ എന്ത് വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫേസ്ബുക്ക് ആണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ വിരൽ കൊണ്ട് ഫേസ്ബുക്ക് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് എന്ന്. ഇനി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സെർച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് കീബോർഡ് ഉപയോഗിക്കാതെ നമ്മുടെ സ്ക്രീനിൽ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സാണിത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ്, അതായത് നമ്മുടെ വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ വലത് ഭാഗത്ത് കാണുന്ന G ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പിന്നീട് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് അത്തരത്തിൽ ടെക്സ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ സെർച്ച് ബാറിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സ്. രണ്ടാമത്തത്, അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡു നോട്ട് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിസേബിൾ ആയിരിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നതിലൂടെ ഗൂഗിളിലൂടെ പല വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാറുണ്ട്. പല വെബ്സൈറ്റുകളും അന്വേഷിക്കുകയും സെർച്ച് ചെയ്യുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചില വെബ്സൈറ്റുകൾ എന്തെങ്കിലും സ്പാം മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാക്കിംഗ് മെത്തേഡുകളൊക്കെ സ്വീകരിക്കുന്ന വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഗൂഗിളിലാണ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടുകൾ, അതായത് ബാങ്കിങ് ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ്, ഫേസ്ബുക്കിന്റെ, യൂട്യൂബിന്റെ, ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഇമെയിൽ ഐ ഡിയും യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്തത് ഈ ഗൂഗിൾ ക്രോമിലൂടെ, അതായത് ഗൂഗിളിലൂടെയാണ്. അതുപോലെ തന്നെ ഗൂഗിളിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഗൂഗിൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിലൂടെ നമുക്ക് നമ്മുടെ പാസ്വേഡുകൾ കണ്ടെത്താമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഈ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ അവർ നമ്മുടെ ആ രേഖകൾ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഗൂഗിളിലേക്ക് നമ്മൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അവർ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലൂടെ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗം ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡു നോട്ട് ട്രാക്ക് എന്ന് കാണുന്ന ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ അത്തരത്തിലേക്കുള്ള വിവരങ്ങൾ കൈമാറില്ല എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ടിപ്സ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ തന്നെയാണ്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ കുക്കീസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ചില മൊബൈൽ ഫോണുകളിൽ അലോ കുക്കീസ് എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ക്രോമുകളിൽ, അതായത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഇത്തരത്തിൽ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബ്ലോക്ക് ആൾ കുക്കീസ് എന്ന് കാണുന്ന ഭാഗം ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയറുന്ന വെബ്സൈറ്റുകളിൽ നിന്നുള്ള കുക്കീസുകൾ, അതായത് ക്യാഷ് ഓഫ് ഫയലുകൾ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അതായത് അത്തരം
കുക്കീസുകൾ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിൽ ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിനുവേണ്ടി ബ്ലോക്ക് ഓൾ കുക്കീസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ അലോ കുക്കീസ് എന്നായിരിക്കും, അത് എനേബിൾ ആയിരിക്കും, ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. നാലാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ വളരെ ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ, ചെറിയ ടെക്സ്റ്റുകളൊക്കെയാണ് കാണാൻ സാധിക്കുക. ചില ആളുകൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ചെറിയ ടെക്സ്റ്റുകൾ കാണാനൊക്കെ പ്രയാസം ഉണ്ടാകും. ഇനിയിപ്പോൾ ചെറിയ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ കണ്ണിന് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന വിവരങ്ങൾ അല്പം ഒന്ന് നമ്മുടെ ഈ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ 85% നിൽക്കുന്നത്. ഈ ലൈൻ ഒന്ന് ഇങ്ങനെ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രിവ്യൂ, തൊട്ട് താഴെയുള്ള ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വലുതാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റ് വലിപ്പം കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ എന്ന് നിങ്ങൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൂട്ടി വെക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാൻ കാണാൻ സാധിക്കും. അത്യാവശ്യം വലിയ വലിപ്പമുണ്ട്. ഇത്ര വലിപ്പമൊന്നും ആക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പം നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ആക്സസിബിലിറ്റി ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്പം ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ 4 ടിപ്സുകളാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും. ഇതുപോലുള്ള ടെക്നോളജി പരമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.